മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത്. അതായത് എവിക്ഷനിൽ ജിസേൽ തക്രാൾ പുറത്തായി എന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഒരു അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ന്യൂസ്, ജിസേൽ തക്രാൾ പുറത്തായിട്ടില്ല, സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാണ്. കൂടാതെ ഇവിടുന്ന് പുറത്താവുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇൻഡിഗോ എയർലൈൻസിലാണ്. ഒനീലിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഇന്നലെ എവിക്ഷൻ നടന്നതാണെങ്കിലും ഇന്ന് ഈ നിമിഷം വരെ ജിസേലിൻ്റെ പേരിൽ ഒരു ടിക്കറ്റ് പോലും ബുക്കായിട്ടില്ല. അതുകൊണ്ടും കൂടിയാണ് ജിസേൽ എവിക്റ്റ് ആയിട്ടില്ല, സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണെന്ന് ഒരു കൺഫേം ആയി പറയാൻ പറ്റുന്നത്. കുറച്ചാഴ്ചകളായി ജിസേൽ ഡൗൺ ആണെങ്കിലും ഇപ്പോൾ പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നുന്നു മുൻ സീസണുകളിലും, അതായത് സീസൺ 6 ഇതുപോലെ നോറയെ എവിക്റ്റ് ചെയ്ത് സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷം അന്ന് രാത്രി തന്നെ നോറ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് റീ എൻട്രിയും ചെയ്തിരുന്നു. അങ്ങനെ ജിസേലിനെയും എവിക്റ്റ് ചെയ്ത് സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു വീക്ക് ഫാമിലി വീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീക്കിലി ടാസ്ക് ഒന്നും നടന്നില്ല. അത് TRPയെയും ബാധിച്ചു. ചിലപ്പോൾ അതുകൊണ്ടാവാം ജിസേലിനെ എവിക്റ്റ് ചെയ്ത് സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നും പലരും പറയുന്നുണ്ട്. ഒനീൽ സാബു എന്തായാലും കൺഫേംഡ് ആയിട്ട് എവിക്റ്റ് ആയതാണ്, 100% അതിൽ ഉറപ്പുണ്ട്. ഇന്നലെ വന്ന പ്രൊമോയിലും അനുമോള് ഞെട്ടിത്തരിച്ചൊക്കെ നിൽപ്പുണ്ട്. ചിലപ്പോൾ അത് ജിസേലിൻ്റെ എവിക്ഷൻ കേട്ടിട്ട് തന്നെയാവാം. കാരണം ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള എല്ലാവരും കരുതിയിരിക്കുന്നത് ജിസേൽ ടോപ്പ് 5 വരുമെന്നാണ്. ടോപ്പ് 5 ജിസേൽ ഡിസേർവിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ടോപ്പ് 7 അല്ലെങ്കിൽ ടോപ്പ് 8 വരെ ജിസേൽ ഡിസേർവിംഗ് ആയിരുന്നു. കഴിഞ്ഞ സീസണിലെ നോറയെ പോലെ സീക്രട്ട് റൂമിലേക്ക് മാറ്റിയതിന് ശേഷം തിരിച്ചു വരുമെന്ന് വിശ്വസിക്കാം. വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.